പറവൂർ നായരമ്പലത്ത് കടൽക്ഷോഭം രൂക്ഷമാണ്. ഒട്ടേറെ വീടുകളിൽ വെള്ളം ഇരച്ചു കയറി. നായരമ്പലം പഞ്ചായത്തിലെ വെളിയത്താംപറമ്പ് തീരദേശ മേഖലയിലാണ് കടൽക്ഷോഭം രൂക്ഷമായിരിക്കുന്നത്. ശ്യാം പ്രസാദ് ഉത്തമൻ അവരുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാമ്, കടൽക്ഷോഭം രൂക്ഷമാണ്, എങ്ങനെയുണ്ട് സ്ഥിതി? അവിടുത്തെ ജനങ്ങളടുത്തൊക്കെ എന്ത് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്? എറണാകുളം ജില്ലയിലെ 2 ഇടങ്ങളിലായിട്ടാണ് ഇപ്പോൾ കടൽക്ഷോഭം രൂക്ഷമായിരിക്കുന്നത്. ഒന്ന് വടക്കൻ പറവൂരിലെ നായരമ്പലത്ത്. ഈ നായരമ്പലത്ത് ഇന്നലെയുമൊക്കെ വലിയ തോതിൽ കടൽ കയറിയിരുന്നു. അവിടെ കടൽ വീടുകളിലേക്ക് കയറി, വെള്ളം ഇരച്ചു കയറി, ചെളിവെള്ളം മൊത്തം വീടുകളിലേക്ക് കയറി വീട് വാസയോഗ്യമല്ലാത്ത തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീട് മാത്രമല്ല, നിരവധി വീടുകൾക്കാണ് ഇത്തരത്തിലുള്ള ഇത് സംഭവിക്കുന്നത്. അത്രയേറെ കടൽ കയറി വരികയാണ്. ഈ ചെളിയും വെള്ളവും കൂടിയാണ് അടിച്ച് വീടുകളിലേക്ക് കയറുന്നത്. പിന്നീട് ഈ കടൽക്ഷോഭം മാറിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതേ സമാനമായ സാഹചര്യം തന്നെയാണ് നിലവിലിപ്പോൾ കണ്ണമാലിയിലും ഉള്ളത്. ചെല്ലാനം ഭാഗത്തൊക്കെ ടെട്രാപോഡ് ഇട്ടതിനാൽ തന്നെ കണ്ണമാലി ഭാഗത്താണ് ഇപ്പോൾ ഈ കടൽക്ഷോഭം അതിശക്തമായ രീതിയിൽ തുടരുന്നത്. അവിടെയും വീടുകൾ ഇന്നലെയും ഒക്കെ വലിയ തോതിൽ കടൽക്ഷോഭം ഉണ്ടായിരുന്നു. ഇന്നലെ പല വീടുകളും പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നും കൂടുതൽ വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഈ കടൽ ക്ഷോഭം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം രാത്രിയോടുകൂടി ഈ ഒരു ക്ഷോഭം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ വീട്ടിലേക്ക് ആളുകൾക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണ് ഉള്ളത്. ചെളിയും മണ്ണുമൊക്കെ നീക്കം ചെയ്താലും വീണ്ടും തൊട്ട് അടുത്ത ദിവസം ഈ കടൽ ക്ഷോഭിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവർ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് ചെല്ലാനത്തെ പോലെ ടെട്രാപോഡ് ഇവിടെയും വേണം എന്ന തരത്തിലാണ്. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് ഈ റോഡ് ഉപരോധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ ചെല്ലാനം ഭാഗത്ത് നേരത്തെ ഏകദേശം 7 കിലോമീറ്ററോളം ടെട്രാപോഡ് വിരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കണ്ണമാലി പ്രദേശത്ത് വലിയ തോതിൽ കടൽക്ഷോഭം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്.